റബ്ബർ വില അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് പോകുന്നത്. 2009 ഏപ്രിൽ മാസത്തിൽ RSS 4ാം ഗ്രേഡ് റബ്ബറിൻ്റെ വില 101 രൂപയിൽ നിന്ന് ഇത്രയും താഴ്ന്ന നിലയിലേക്ക് എത്തുന്നത് ഇതാദ്യമായാണ്. വിഷുവിന് 147 രൂപയായിരുന്ന വില അതിൽ നിന്ന് 135-ലെത്തി. വിദേശ വില കുത്തനെ ഇടിഞ്ഞതാണ് ആഭ്യന്തര വില തകർച്ചയുടെ പ്രധാന കാരണം. ഈ തകർച്ചയ്ക്ക് കൂടിയുള്ള പരിഹാരമായിരുന്നു റബ്ബർ സംഭരണം. വിലയിടിവ് തടയാൻ വിപണിയിൽ നിന്ന് 2 രൂപ അധികം നൽകി കർഷകരിൽ നിന്ന് റബ്ബർ സംഭരിക്കുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം. സഹകരണ റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, മാർക്കറ്റ് ഫെഡ്, റബ്ബർ ബോർഡിന് കീഴിലെ ഉത്പാദക കമ്പനികൾ എന്നീ ഏജൻസികളെയാണ് സംഭരണത്തിന് ചുമതലപ്പെടുത്തിയത്. ഇവർ സംഭരണ പ്രക്രിയ ആരംഭിച്ചുവെങ്കിലും സർക്കാർ തുക അനുവദിക്കാത്തത് സംഭരണം നിർത്തിവെക്കുന്നതിന് കാരണമായി. കേന്ദ്ര ഗവൺമെൻറ് പക്കലുള്ള വിലസ്ഥിരതാ ഫണ്ട് എന്ന ആ ഫണ്ടിൽ നിന്നും, അതായത് 750 കോടിയോളം രൂപ വെറുതെ വെച്ചിരിക്കുന്ന ഒരു ഫണ്ടാണത്. അതിൽ നിന്നും കേരള ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും ഒരു 200 കോടി രൂപയെങ്കിലും വാങ്ങിയിരുന്നെങ്കിൽ സംസ്ഥാനവും കേന്ദ്രവും ഭരിക്കുന്ന ഈ ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും റബ്ബർ കർഷകരെയും റബ്ബർ വ്യാപാരികളെയും ആ സംഭരണത്തിൽ കൂടെ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. ആദ്യ ആഴ്ചയിൽ തന്നെ മാർക്കറ്റ് ഫെഡ് സംഭരണം നിർത്തിവെച്ചു. റബ്ബർ മാർക്ക് 110 ടൺ സംഭരിച്ച് 1.5 കോടി രൂപ കർഷകർക്ക് നൽകുകയും ചെയ്തു. ഈ തുക സർക്കാർ മടക്കി നൽകാതിരുന്നതോടെ റബ്ബർ മാർക്കും സംഭരണം നിർത്തിവെച്ചു. ആഭ്യന്തര വിപണിയിൽ നിന്ന് പ്രമുഖ വ്യവസായികളെല്ലാം നാമമാത്രമായാണ് റബ്ബർ വാങ്ങിയത്. ഓഫ് സീസണിൽ വില ഉയരുമെന്ന് കരുതി റബ്ബർ സംഭരിച്ച കർഷകരും ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. മീഡിയ 1 കോട്ടയം.